ഹലോ, വെൽക്കം ടു അസീത. അപ്പോൾ നമ്മളില്ലേ ഇന്ന് സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനില്ലേ ചിക്കൻ ബ്രസ്റ്റിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചിട്ട് അത് തണുത്തതിന് ശേഷം ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ ഒരു പകുതി സവാളയും കുറച്ച് ക്യാപ്സിക്കവും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്കില്ലേ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും പെരി പെരി സോസും ഗ്രീൻ ചില്ലി സോസും ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുറച്ച് മയോണൈസും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഞാൻ മുറിച്ചിട്ട് മാറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് മുറിച്ച് മാറ്റിയതിന് ശേഷം ബ്രെഡിന് നടുവിലേക്ക് കൂടിയായിട്ട് രണ്ടായിട്ട് ഇതിനെ കട്ട് ചെയ്യുന്നുണ്ട്. വേണ്ടല്ലേ, അതിൽ നിന്നൊരു ബ്രെഡ് എടുത്തിട്ട് ഇത് ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പിന് ഇതിനെ ബ്രെഡിൻ്റെ മുകളിലേക്ക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സ്ലൈസ്ഡ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചീസിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് ആ പകുതി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കണം. അതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഈ ഫില്ലിങ് ഉണ്ടല്ലോ, ആ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. വെച്ചിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യണം കേട്ടോ. ഫില്ലിങ് വെച്ചതിന് ശേഷം ബാക്കിയുണ്ട് സ്ലൈസ്ഡ് ചീസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി വെച്ചിട്ട് വീണ്ടും ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം അതിലേക്ക് കെച്ചപ്പ് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലേ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ബ്രെഡിനെയും നമ്മളിപ്പോൾ ചെയ്തെടുക്കുക. ഇതാ ഇപ്പോൾ ഇല്ലേ എല്ലാ ബ്രെഡിനെയും നമ്മൾ അതേപോലെ തന്നെ ഫില്ലിങ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നേരത്തെ തയ്യാറാക്കിയ ബ്രെഡ് ഉണ്ടല്ലേ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം ഇതിനെ മൂടി വെക്കണം, കാരണം അതിൻ്റെ ചീസ് മെൽട്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അതിൻ്റെ അടിഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ചീസ് മെൽട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡിനെയും കൂടി മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട ശേഷം മൂടി വെച്ചിട്ട് മറ്റേ സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കണം. ഇതിന് ഈ പാനിൽ നിന്നും മാറ്റാം. ഇതിപ്പോൾ ഇവിടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയാണ്. തയ്യാറാക്കാനായിട്ട് ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് വീഡിയോയിലുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്ര ലോങ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.